ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിവിങ് ഏപ്രിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു PSC ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രഗിൾ ചെയ്തിരുന്നത്, പിന്നെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഒന്ന് പറയാം. ഇന്ന് ഞാൻ ദേശീയ പ്രസ്ഥാനങ്ങൾ കറണ്ട് അഫയേഴ്സ് PYQ ആണ്. ഇപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനങ്ങളത്തിൽ വാസ്റ്റായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അതാണ് ഞാനിന്ന് ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ബാക്കി കറണ്ട് അഫയേഴ്സ് ഞാൻ രാവിലെ നോക്കിയായിരുന്നു, അതിനുശേഷം ഒരു PYQ ചെയ്തായിരുന്നു. പിന്നെ വൈകിട്ടാണ് ഞാൻ ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിരുന്നു. അത് പഠിച്ചിട്ടും തീരണില്ല. എന്ന് വെച്ചാൽ അതിത്തിരി മെമ്മറൈസ് ചെയ്യാൻ പാടാണ്. കുറേ എഴുത്തുകാരന്മാരുടെയും കുറേ പ്രസ്ഥാനങ്ങളുടെയും പേരും പിന്നെ ജനിച്ച വർഷങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അത് ഇത്തിരി പഠിക്കാനായിട്ട് എനിക്ക് പാടായിരുന്നു. കുറേയൊക്കെ ഞാൻ യൂട്യൂബിലെ വീഡിയോ കൊണ്ട് ഞാൻ കുറച്ചൊക്കെ പഠിച്ചു. അത് പോസ് ചെയ്തു, പിന്നെ നോട്ട് എഴുതി, പിന്നെ റാങ്ക് ഫയൽ നോക്കി, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി, അങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് പഠിച്ചപ്പോൾ ഏകദേശം ക്ലിക്കായി. എന്നിട്ട് യൂട്യൂബിലെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സംഭവം സെറ്റായത്. കാരണം അതിൽ കുറച്ചും കൂടെ ഈ റാങ്ക് ഫയലിനെക്കാട്ടും കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുന്നുണ്ടായിരുന്നു, വേണ്ട പോയിൻറ്റ്സ് മാത്രം. അതായത് ആ ക്ലാസ്സിൽ പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് പോയിൻ്റ് വൈസ് ഓരോ ടോപ്പിക്കും എടുക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഈ റാങ്ക് ഫയൽ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. എന്നും പറഞ്ഞ് റാങ്ക് ഫയൽ നോക്കണ്ടെന്നല്ല, ബേസ് സെറ്റാക്കിയിട്ട് റാങ്ക് ഫയലിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടാണ് ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ റാങ്ക് ഫയൽ നോക്കിയത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള നോട്ട്സൊക്കെ എഴുതി പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കി നോട്ടിലും കുറച്ച് എഴുതി സ്റ്റിക്ക് ചെയ്ത് വെച്ചു. സാഹിത്യ പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്തായിരുന്നു കുറേ കാര്യങ്ങൾ. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നേരത്തേലും കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ. ഓരോ ദിവസവും ഒരു 1% ബെറ്റർ ആവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഏകദേശമൊക്കെ ക്ലിക്കായി വരുന്നുണ്ട്. ചില ദിവസം ഭയങ്കര പാടായിരിക്കും. പഠിക്കാനൊക്കെ ചില സമയത്ത് മോട്ടിവേഷനൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചെടുക്കും. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് പറയാം. ആദ്യമേ തന്നെ എനിക്ക് എന്ത് പഠിക്കണം, ഏത് സോഴ്സ് എടുക്കണം, എങ്ങനെ പഠിക്കണമെന്നൊന്നും എനിക്കൊരു പിടിയില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു റാങ്ക് ഫയൽ വാങ്ങ്, പാർട്ട് 1 പാർട്ട് 2 കുറേ വോളിയൂംസ് ഒക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ റാങ്ക് ഫയൽ വാങ്ങിയിട്ട് ഭയങ്കര പ്രതീക്ഷയോടുകൂടെ ഞാൻ റാങ്ക് ഫയൽ വായിച്ചു വിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ പേജ്. അതിനനുസരിച്ച് ഞാൻ PYQ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും കൂടെ നോക്കിയപ്പോൾ അതും മനസ്സിലാവുന്നില്ല. ഈ ആട്ടം അറിയാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ എന്നിട്ട് ഇത് തന്നെ പിന്നെയും ഫോളോ ചെയ്ത്. അതാണ് ഏറ്റവും വലിയ പെടുത്തൽ. എന്നിട്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒന്ന് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിൽ കുറേ വീഡിയോസ് എനിക്ക് കണ്ടപ്പോൾ അവർ പറഞ്ഞു SCERT സിലബസ് അതിൽ നിന്ന് തന്നെയാണ് ഈ ചോദിക്കുന്നതെന്ന്. ഇപ്പോൾ റാങ്ക് ഫയൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും റാങ്ക് ഫയൽ മേടിക്കാനൊന്നും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. നമ്മുടെ അനിയത്തിയുടെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ എഴുതാൻ പോകുന്ന പർട്ടിക്കുലർ എക്സാമിൻ്റെ സിലബസ് എങ്ങനെയെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുമ്പോൾ ഓരോ വീഡിയോസിലും ഓരോ ചാനലിൻ്റെ പേര് പറയുമല്ലോ. അതിനനുസരിച്ച് നമ്മൾ ഈ ടെലിഗ്രാമിൽ പോയിട്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഓരോ നോട്ടിഫിക്കേഷൻ PSCയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. റിവിഷൻ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ സോഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സിലബസ് ആക്കി കഴിഞ്ഞിട്ട് അതിൽ ചെറിയൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആയിക്കോട്ടെ കുറച്ച് പഠിക്കുക, കുറച്ച് ടോപ്പിക്ക് എടുക്കുക. അത് SCERT സിലബസ് വെച്ച് SCERT ടെക്സ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രം ഈ റാങ്ക് ഫയലിലേക്ക് വരിക. റാങ്ക് ഫയൽ വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബേസ് കിട്ടും. നമുക്കൊന്ന് ക്ലിക്കാവും, ആ സംഭവം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ റാങ്ക് ഫയലിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതും കൂടെ ആൻസർ സൈഡിൽ തന്നെ ഉണ്ടാവും. നമ്മൾ മറച്ചു വെച്ചിട്ട്
എഴുതാൻ ശ്രമിക്കുക. നമുക്ക് എന്തോരം മെമ്മറൈസ് ആയെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് സംഭവം ക്ലിക്കാവും. ഇങ്ങനെ തന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. പിന്നെ ഡെയിലി ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അത് പ്രിലിംസിൻ്റെ ആയിക്കോട്ടെ മെയിൻസിൻ്റെ ആയിക്കോട്ടെ ഏത് എക്സാമിൻ്റെ ആയിക്കോട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടാണെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പി എസ് സിയുടെ പാറ്റേൺ മനസ്സിലാവും. പി എസ് സിയുടെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിക്കാവാൻ തുടങ്ങും. എന്നും പറഞ്ഞ് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ പ്രീവിയസ് ഇയർ ചെയ്യൂ എന്നും പറഞ്ഞിരുന്നാൽ അത് ഇന്നും നടക്കത്തില്ല. കാരണം വാസ്റ്റാണ് സിലബസ്. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ഓരോ സിലബസിൻ്റെ ചെറിയ ചെറിയ ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യും. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. എന്നാലും നമ്മൾ മാക്സിമം ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അതിൽ പിന്നെ നമുക്ക് കുറേ പേജസ് കുറേ ടോപ്പിക്ക് എന്നും പറഞ്ഞിരുന്നാൽ നമുക്ക് പഠിത്തവും നടക്കത്തില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് റിലാക്സ് ആയിട്ട് പഠിക്കുക. നമ്മൾ എത്ര പരീക്ഷ നമ്മൾ എഴുതിയിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ആനുവൽ എക്സാം എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മൾ കുറേ അത്രത്തോളം റിവിഷൻ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദീകരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ, അതായത് ഡിഗ്രി ലെവൽ ആയിട്ടുള്ള റാങ്ക് ഫയൽ വാങ്ങുക. 10th ലെവലിൽ കുറച്ച് കുറവായിരിക്കും. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിലാണ്. ഓക്കെ, അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് ഒരു പടമൊക്കെ വരച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ബ്രേക്ക് എടുത്ത് റെസ്റ്റൊക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രഷായി മുഖം കഴുകിയിട്ട് പിന്നെ വന്ന് പഠിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെ പഠിച്ചാൽ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഏറെക്കുറെ നമുക്ക് ഒരു 1% ബെറ്ററായിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.